ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ പരമോന്നത ബഹുമതികളായ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് കാലവർഷക്കെടുതി രൂക്ഷം. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. പ്രധാന നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. മലയോര മേഖലയിൽ കർശന ജാഗ്രത. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം 4000-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയതായി മന്ത്രി കെ രാജൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നിർമ്മിക്കുന്ന ആലുവ ഹൈടെക് മാർക്കറ്റ് സമുച്ചയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തറക്കല്ലിടും. കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തിരുവനന്തപുരത്തും കരയ്ക്കടിഞ്ഞു. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പരമോന്നത ബഹുമതികളായ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിതരണം ചെയ്യും. ഇന്ന് വൈകുന്നേരം രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന 2ാമത് സിവിൽ ഇൻവെസ്റ്റിച്ചർ ചടങ്ങിലാണ് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലെ 68 പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിക്കുന്നത്. ഈ വർഷം പ്രഖ്യാപിച്ച 139 പത്മ പുരസ്കാരങ്ങളിൽ 71 നേരത്തെ നടന്ന ആദ്യ സിവിൽ ഇൻവെസ്റ്റിച്ചർ ചടങ്ങിൽ രാഷ്ട്രപതി സമ്മാനിച്ചിരുന്നു. പാകിസ്ഥാൻ പിന്തുണയോടെ നടക്കുന്ന ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം തുടരുന്നു. കോൺഗ്രസ് MP ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പ്രതിനിധി സംഘം ഗയാനയിൽ പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുമായി കൂടിക്കാഴ്ച നടത്തി. JDU MP സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘം സിംഗപ്പൂരിലെ വിദേശകാര്യ ആഭ്യന്തര സഹമന്ത്രിയെ സന്ദർശിച്ചു. അതേസമയം ഖത്തർ സന്ദർശനം പൂർത്തിയാക്കിയ സുപ്രിയ സുലെ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് പുറപ്പെടും. BJP MP രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിൽ ഉള്ള സർവകക്ഷി സംഘം പാരീസിൽ ഇന്ത്യൻ പ്രവാസികളുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. അടുത്ത 4 ദിവസം ഇടിമിന്നലോട് കൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ചും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ കർശന ജാഗ്രത. കോട്ടയം ജില്ലയിലെ മീനച്ചൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രളയ സാധ്യത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ഈ മാസം 30 വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ലെന്നും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ 4000-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ. 6 ലക്ഷത്തിലധികം ജനങ്ങളെ പാർപ്പിക്കാൻ സൌകര്യമുള്ള ക്യാമ്പുകളാണ് സംസ്ഥാനത്തുടനീളം ക്രമീകരിച്ചിരിക്കുന്നത്. മഴക്കാലത്ത് രോഗങ്ങൾ പടരാൻ സാധ്യതയുള്ളതിനാൽ അസുഖമുള്ളവരെ താമസിപ്പിക്കാൻ ക്യാമ്പുകളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പരക്കെ മഴ കിട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നുവെന്നാണ് പ്രാഥമിക കണക്കെന്നും മന്ത്രി വ്യക്തമാക്കി. ദിവസങ്ങളായി തുടരുന്ന കനത്ത കാറ്റിലും മഴയിലും കോഴിക്കോട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് സ്ഥലത്ത് ഫയർഫോഴ്സും റെയിൽവേ അധികൃതരും മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് വീണ്ടും റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗത തടസ്സമുണ്ടായി. കോഴിക്കോട് ഫറോക്ക് റൂട്ടിൽ മാത്തോടത്തെ ട്രാക്കിലാണ് ഇന്ന് രാവിലെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഫയർഫോഴ്സും റെയിൽവേ അധികൃതരും മരം മുറിച്ചു നീക്കി ട്രാക്ക് പൂർവ്വസ്ഥിതിയിലാക്കി. ജില്ലയിൽ ഇന്നും റെഡ് അലർട്ടാണ്. ദിവസങ്ങളായി തുടരുന്ന കനത്ത കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമാണ്. ഇന്നലെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളെ 60 വീടുകൾ ഭാഗികമായി തകർന്നു. കഴിഞ്ഞ ദിവസങ്ങളായി പെയ്ത മഴയിൽ ജില്ലയിൽ വിവിധ ഭാഗങ്ങളെ 5.8 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ മലപ്പുറത്ത് ഏറനാട് താലൂക്കിൽ ഗ്രാമീണ മേഖലയിൽ വൻ നാശം. മിക്കയിടത്തും മരച്ചില്ലകളും മരങ്ങളും വീണ് ലൈനുകൾ പൊട്ടി. മരങ്ങൾ വീണ് വീടുകൾക്കും നാശമുണ്ട്. ചാലിയാർ കരകവിഞ്ഞതോടെ ഊർങ്ങാട്ടിരി, അരീക്കോട്, കാവനൂർ വില്ലേജ് പരിധികളിൽ കൃഷിയിടങ്ങളിലും വെള്ളം കയറി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. ചാലിയാർ പുഴയിലെ 4 റിവർ ഗേജ് സ്റ്റേഷനുകളിലും ജലനിരപ്പ് ഉയർന്നതായി രേഖപ്പെടുത്തി.
കാസർഗോഡ് ജില്ലയിൽ 4 ദിവസമായി പെയ്യുന്ന കനത്ത മഴ ഇന്നും ശക്തിയായി തുടരുന്നു. കഴിഞ്ഞ 9 ദിവസത്തിനുള്ളിൽ 1.20 കോടി രൂപയുടെ നാശനഷ്ടമാണ് ജില്ലയിലുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. പതിവിലും നേരത്തെ എത്തിയ മഴ ജില്ലയിലെ കർഷകരെ കണ്ണീരിലാഴ്ത്തി. തെങ്ങും കവുങ്ങും റബ്ബറുമെല്ലാം കൂട്ടത്തോടെ നിലം പൊത്തി. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. KCB കാസർഗോഡ് സർക്കിളിന് കീഴിൽ കാലവർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചതായി കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മഴക്കാല ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടറുടെ കാസർഗോഡ് കാര്യാലയത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ കിഴക്കൻ മഴവെള്ളത്തിന്റെ വരവോടെ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. ഇവിടെ നിരവധി വീടുകൾ വെള്ളത്തിലാണ്. താഴ്ന്ന പ്രദേശങ്ങളും റോഡുകളും വെള്ളം കയറിയ നിലയിലാണ്. ഇന്നലെ ജില്ലയിൽ 12 വീടുകൾ പൂർണ്ണമായും 141 വീടുകൾ ഭാഗികമായും തകർന്നു. ഇടുക്കിയിൽ 2 ദിവസമായി തുടരുന്ന മഴയ്ക്ക് ഇന്ന് നേരിയ ശമനം. വൈകുന്നേരത്തോടെ മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടങ്ങൾ ഒഴിവാക്കാനായി ജില്ലാ ഭരണകൂടത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ശക്തമായ മഴയും കാറ്റും ഇടുക്കി ഉടുമ്പൻചോല താലൂക്കുകളിലായിരുന്നു ഏറ്റവും കൂടുതൽ ബാധിച്ചത്. രാവിലെ 8 മണിക്ക് ശേഷം കാര്യമായ മഴ പെയ്തില്ല. ചിലയിടങ്ങളിൽ വെയിൽ തെളിയുകയും ചെയ്തു. ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി കല്ലാർകുട്ടി, ലോവർ പെരിയാർ, മലങ്കര ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടുന്നതിനായി 30 പേരടങ്ങുന്ന ദേശീയ ദുരന്ത നിവാരണ സേന എല്ലാ സന്നാഹങ്ങളോടെയും ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന് റെഡ് അലർട്ട് ലെവലിലെത്തി. ജലനിരപ്പ് ഇനിയും ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി നിശ്ചിത അളവിൽ ജലം കക്കാട് ആറിലേക്ക് ഒഴുക്കിവിടുന്നതിനാൽ മൂഴിയാർ ഡാം മുതൽ കക്കാട് പവർ ഹൌസ് വരെയുള്ള ഇരുകരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഏകദേശം 4.5 കോടിയോളം രൂപയുടെ കൃഷിനാശം ഉണ്ടായി. 102 ഹെക്ടറോളം സ്ഥലത്താണ് കൃഷിനാശം ഉണ്ടായത്. 4619 കർഷകരെ ബാധിച്ചു. റബ്ബർ, തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, വാഴ കർഷകരെയാണ് കൂടുതൽ ബാധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി 50 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആലുവ ഹൈടെക് മാർക്കറ്റ് സമുച്ചയത്തിന് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. 4 നിലകളിലായി 1,80,000-ലധികം ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന മാർക്കറ്റിൽ 88 കടകൾ ഉണ്ടാകും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, P രാജീവ് തുടങ്ങിയവർ പങ്കെടുക്കും. കൊച്ചി തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കണ്ടെയ്നറുകൾ തിരുവനന്തപുരത്തെ കടൽ തീരങ്ങളിൽ അടിഞ്ഞു. ഇതിനെ തുടർന്ന് അധികൃതർ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് തിരുവനന്തപുരത്തെ തീരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞത്. വർക്കല, അഞ്ചുതെങ്ങ്, ഇടവ, അയിരൂർ ഭാഗങ്ങളിലാണ് പ്രധാനമായും കണ്ടെയ്നറുകൾ അടിഞ്ഞതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ടെയ്നറുകൾ തകർന്ന് അതിലെ പാഴ്സലുകളും കടലിൽ ഒഴുകി നടക്കുന്നുണ്ട്. മാമ്പള്ളി, അഞ്ചുതെങ്ങ്, മുതലപ്പുഴി ഭാഗങ്ങളിലാണ് പാഴ്സലുകൾ ഒഴുകി നടക്കുന്നത്. കണ്ടെയ്നറുകൾ അടിഞ്ഞതിനെ തുടർന്ന് തീരദേശ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കണ്ടെയ്നറുകൾ കൊല്ലത്തെ യാർഡിലേക്ക് മാറ്റുന്ന നടപടികൾ കസ്റ്റംസ് അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി പഞ്ചാബ് കിങ്സ് 1ാം ക്വാളിഫയർ യോഗ്യത നേടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് ഇടിവോടെയാണ് വ്യാപാരം തുടങ്ങിയത്. ആദ്യ വ്യാപാരത്തിൽ ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 773 പോയിന്റ് കുറഞ്ഞ് 81,403-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 214 പോയിന്റ് കുറഞ്ഞ് 24,786-ലും എത്തി. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 8,995 രൂപയും പവന് 360 രൂപ വർദ്ധിച്ച് 71,960 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ പരമോന്നത ബഹുമതികളായ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് കാലവർഷക്കെടുതി രൂക്ഷം. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. പ്രധാന നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. മലയോര മേഖലയിൽ കർശന ജാഗ്രത. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം 4000-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയതായി മന്ത്രി കെ രാജൻ.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നിർമ്മിക്കുന്ന ആലുവ ഹൈടെക് മാർക്കറ്റ് സമുച്ചയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തറക്കല്ലിടും. കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തിരുവനന്തപുരത്തും കരയ്ക്കടിഞ്ഞു. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.